സർവഭൂമിയും യഹോവയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 11, ഒന്നാമത്തെ വായനാ ഭാഗം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ആളുകൾ വിവിധങ്ങളായ ശുശ്രൂഷയ്ക്ക് നമ്മൾ കണ്ടു. അവരെല്ലാം ഇന്ന് ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അവർ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളവർ, എൻ്റെ വാക്ക് കേൾപ്പിൻ. യഹോവയുടെ നിയമപെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പണിക്ക് വേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു. എന്നാൽ ദൈവം എന്നോട്, നീ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്. അതിന് കാരണം പറയുന്നുണ്ട്. നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിൻ്റെ രാജാവായിരിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എൻ്റെ സർവ്വ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭുവായിരിക്കാൻ യഹൂദായെയും യഹൂദഗ്രഹത്തിൽ എൻ്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പുത്രന്മാരിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. എൻ്റെ സകല പുത്രന്മാരിലും നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. അവൻ എൻ്റെ മകനായ ശലോമോനെ ഇസ്രായേൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ മകനായ ശലോമൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ രാജാവ് അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ദൈവം അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും. എന്നാൽ നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അതിൽ നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. എന്നിട്ട് ശലോമോനോട് പറയുകയാണ്, നീ മകനെ ശലോമോനെ എൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടി സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രവൃത്തികൾ മാത്രമല്ല, ഹൃദയത്തിലെ വിചാരങ്ങൾ കൂടിയും ദൈവം അറിയുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. നീ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. എന്നിട്ട് ദാവീദ് ശലോമോന് ദൈവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനം എന്നിവയുടെ മാതൃക കൊടുത്തു, അതിൻ്റെ മോഡൽ കൊടുത്തു. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ അളവുകൾ എന്താണ്, അതിൻ്റെ ഉയരം എന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ മെറ്റീരിയൽ എന്തൊക്കെ ആയിരിക്കണം, ഇതെല്ലാം കുറഞ്ഞു കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദൈവാലയത്തിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദ്യ വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകളുടെ സകല പാത്രങ്ങൾ, അതിൽ ഏതൊക്കെ പാത്രങ്ങളാണോ, അല്ലെങ്കിൽ മേശ, പിന്നെ അതിൻ്റെ കൊളുത്തുകൾ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുള്ള സാധനങ്ങളുണ്ട്. അതിനെല്ലാം സ്വർണത്തിന് സ്വർണം, വെള്ളിക്ക് വെള്ളി, പൊന്നിന് പൊന്ന് എന്ന് പറയുന്ന പോലെ അതുപോലെ സാധനങ്ങൾ തൂക്കപ്രകാരം ഓരോന്നിനും കൊടുത്തു. പൊൻവിളക്ക് തണ്ടുകൊണ്ട് സ്വർണ്ണദീപങ്ങൾക്ക് വേണ്ട സ്വർണ്ണദീപങ്ങൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ വേണം. അങ്ങനെ വിളക്ക് തണ്ടുകൾക്ക്, പിന്നെ കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്ക്, മുൾക്കൊളുത്തുകൾക്ക്, കലശങ്ങൾക്ക്, കുടങ്ങൾക്ക്, പൊൻകിണ്ടികൾക്ക്, ഇതിനെല്ലാത്തിനും ആവശ്യമായ വെള്ളിയും പൊന്നുമൊക്കെ തൂക്കി കൊടുത്തു, അല്ലെങ്കിൽ അളവ് കൊടുത്തു. പിന്നെ നിയമപെട്ടകത്തെ മൂടുന്ന കെരൂബുകൾക്ക് അതിൻ്റെ മാതൃകയ്ക്ക് വേണ്ട പൊന്നും കൊടുത്തു. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് ഈ മാതൃക പ്രകാരം വേണം ചെയ്യേണ്ടത് എന്ന് ദൈവം എന്നെ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചു. അപ്പോൾ ദൈവം അറിയിച്ച അളവുകളാണ് ദാവീദിൻ്റെ കയ്യിലുള്ളത്. അതുപ്രകാരം നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണ്. എന്നിട്ട് നീ ധൈര്യം പൂണ്ട്, നീ ഇതുപോലുള്ള കാര്യം മുമ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും ഉള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളും പുതിയ അറിവുകളും പുതിയ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട്, അല്ലെങ്കിൽ ദൈവം നിന്നെ ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചുള്ളൂ. ഭയപ്പെടുകയും ചെയ്യരുത്, ഭ്രമിക്കുകയും ചെയ്യരുത്. യഹോവയായ ദൈവം, എൻ്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തുകയാണ് പിതാവായ ദാവീദ് ശലോമോനെ. ചെയ്യാനിരിക്കുന്ന പണി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒടുവിൽ പണി തീർന്നു വരുന്ന ദേവാലയം സർവ്വഭൂമിയുടെയും ഉയർന്നു നിൽക്കുന്ന ദേവാലയമാണ്. അത്ര വ്യത്യസ്തമായ ദേവാലയമാണ്.
അതിൻ്റെ പണിയായാലും അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും അതിൻ്റെ കാഴ്ചയായാലും അതിൻ്റെ എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥമായ ഒരു ആലയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ പോകേണ്ടതുണ്ട്. ദൈവം അവിടെ സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് ദാവീദ് ശലോമോനെ പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഒരു അധ്യായം ആണ് നമ്മൾ വായിച്ച 1 ദിനവൃത്താന്തം 28 അധ്യായം. രണ്ടാമത്തെ വായനാഭാഗം എഹെസ്കേൽ പ്രവചനം 37 അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എഹെസ്കേൽ പ്രവാചകനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹം ഒരു കാഴ്ച വീണ്ടും കാണുകയാണ്. ആ കാഴ്ച അദ്ദേഹത്തെ താഴ്വരയിലേക്ക് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് താഴ്വരയിൽ നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം തോന്നുന്നത്. ആത്മവിവശതയിലായിട്ടുണ്ട് അദ്ദേഹം. താഴ്വരയുടെ അവിടെ നിന്ന് അത് കൊണ്ട് കുറേ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വര. അവിടെ എല്ലാം നടക്കുമാറാക്കിയിട്ട് താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു ഈ അസ്ഥികൾ. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു, വരണ്ട അസ്ഥികളായിരുന്നു. അപ്പം മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പം യഹോവയെ കർത്താവെ അങ്ങ് അറിയുന്നു എന്ന് എഹെസ്കേൽ പ്രവാചകൻ ഉത്തരം പറയുകയാണ്. എന്നിട്ട് ദൈവം എഹെസ്കേൽ പ്രവാചകനോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയണം. എന്ത് പറയണം? ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. എന്നിട്ട് ഈ അസ്ഥിയോട് നോക്കി ഇത് പറയാനാണ് പറയുന്നത്. അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അപ്പം ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോഴത്തേക്ക് അസ്ഥികൾ, ചിതറിക്കിടന്ന അസ്ഥികൾ അതാത് ശരീരത്തോട് ചേർന്ന് അസ്ഥികളെല്ലാം ചേർന്നു വന്നു. പിന്നെ അതിൽ മാംസവും ഞരമ്പും ഒക്കെ പിടിച്ചു വരുന്നത് കണ്ടു. അത് തൊലി കൊണ്ട് അതിനെ പൊതിയുന്നത് കണ്ടു. പക്ഷേ അതിന് ശ്വാസമില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞു, നീ കാറ്റിനോട് കൽപ്പിക്കാൻ പറഞ്ഞു. 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ശരീരം മാത്രമായി ഇരിക്കേണ്ട ആളുകൾ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതാൻ പറയാൻ പറയും. അപ്പോൾ ഞാനത് പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു വന്നു. മനുഷ്യപുത്ര, എന്നിട്ട് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തെ കൊണ്ടുവരും. അപ്പോൾ ഇത് 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, വരാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം ഇനി ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനായിരിക്കുന്ന അസ്ഥികളായിരിക്കുന്നവരെ, വെറും അസ്ഥികളായി ഇന്ന് ഭൂമിയിൽ കിടക്കുന്ന മനുഷ്യരെ മജ്ജയും മാംസവും ും ഞരമ്പുകളും ഒക്കെ വെച്ച് ജീവനും കൊടുത്ത് എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് തന്നെ കാണാം. പക്ഷെ ഇവിടെ അത് പറയുന്നത്, ഇവരിന്ന് ശവക്കുഴിയിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇസ്രായേൽ കിടക്കുന്നത്. ആ ശവക്കുഴിയിൽ കിടക്കുന്ന ഈ ജനത്തെ വിടുവിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്യുന്നു, നിവർത്തിച്ചുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇവർ ആയിരിക്കുന്ന ഈ ഒരു കഷ്ടത്തിൽ നിന്ന് അവർക്കൊരു വിടുതലിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്നിട്ട് പറയുന്നത്, ഒരു കോലെടുത്ത് യഹൂദായ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾക്കും മക്കൾക്കും എന്ന് എഴുതി വെച്ച ഒരു ഒരുമിച്ച് എടുത്ത് തന്നെ കെട്ടിവെക്കണം. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിൽ എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ എന്ന് എഴുതിയൊരു കോലിൽ എഴുതി വെക്കണം. എന്നിട്ട് ഈ 2 കോലും കൂടെ ഒന്നോട് ചേർത്ത് വെക്കണം. അപ്പോൾ ഇത് 2 കോലും കൂടെ ഒന്നായി തീരും. അപ്പോൾ ഇതിൻ്റെ താല്പര്യം എന്തെന്ന് ദൈവം പറയുന്നത്, ഇനി ഇവർ 2 രാജ്യമായി നിൽക്കത്തില്ല, 2ആയി നിൽക്കത്തില്ല. ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെയും അവനോട് ചേർക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ഞാൻ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരെന്നാണ് ഇസ്രായേലിനെ മൊത്തത്തിൽ പറയുന്നത്. ഇസ്രായേൽ രാജ്യമായി നിൽക്കുമ്പോൾ തന്നെ അവർ യഹൂദൻ എന്നാണ് പറയുന്നത്, യഹൂദൻ എന്നാണ് പറയുന്നത്.
അല്ലാതെ ബാക്കി വരുന്ന 12, 13 ഗോത്രങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. ആകെ ഈ 12, 13 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്, 12 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. മനശ്ശെയും എഫ്രൈമും 2 ഗോത്രം കൂടി ചേർത്ത് ഞാൻ 13 പറഞ്ഞേ ഉള്ളൂ. അതിനെ എല്ലാം കൂടി ചേർത്ത് യഹൂദ എന്ന ഒറ്റ ഗോത്രമാക്കി യഹൂദന്മാർ എന്ന് പറയുന്ന തരത്തിലേക്ക് അതാകും. ഇന്ന് അങ്ങനെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇന്ന് അവരെ യഹൂദൻ എന്ന് തന്നെയാണ് ഇന്ന് പറയുന്നത്. അത് നിവൃത്തിയായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നീ എഴുതിയ കോലുകൾ അവർ കാണുക നിന്റെ കയ്യിലിരിക്കുകയാണ്. പിന്നെ നീ അവരോട് പറയേണ്ടത്, ഇസ്രായേൽ മക്കളെ, അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് 4 കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവരും. ഞാനവരെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവരും. ഞാനവരെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയായിരിക്കും. ഒരു രാജാവ് അവർക്കെല്ലാവർക്കും രാജാവാകും. ഇനി അവർ 2 ജാതിയായിരിക്കത്തില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല എന്നും ദൈവം ഇവിടെ അറിയിക്കുകയാണ്. എന്നിട്ട് അവർ പാപം ചെയ്ത സകല അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവർ രക്ഷിച്ച് ശുദ്ധീകരിക്കും. എന്നിട്ട് എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. ഇപ്പം എൻ്റെ ദാസനായ ദാവീദ് എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവാണ്. ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തു അവർക്ക് രാജാവായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരു ഇടയനാകും. അപ്പോൾ അവർക്ക് ഇടയനായിരിക്കേണ്ടതും പുരോഹിതനായിരിക്കേണ്ടതും ഇതേ രാജാവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട. എസ്കേൽ പ്രവചനത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവകാശമുള്ളവൻ വരുമ്പോൾ ഞാൻ അത് അവന് കൊടുക്കും. 2 കിരീടവും പിന്നെ മകുടവും 2 അവന് കൊടുക്കും എന്നാണ്. അപ്പോൾ ഇവിടെ രാജാവായിരിക്കുന്നതും പുരോഹിതനായിരിക്കുന്നതും 2 ഒരാൾ തന്നെ, ഇടയനായിരിക്കുന്നതും ഒരാൾ തന്നെ ആയിരിക്കും എന്നാണ്. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എൻ്റെ ദാസനെ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും അവരുടെ മക്കളുടെ മക്കളും എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് എന്നേക്കും പ്രഭുവായിരിക്കും. അപ്പം യേശുക്രിസ്തു അവർക്ക് എന്നേക്കും രാജാവായിരിക്കണം. ഒരേ ഒരു രാജാവ്, പിന്നെ വേറൊരു രാജാവില്ല. മറ്റേ അങ്ങനല്ല. ശൗലിന് ശേഷം ദാവീദിന് ശേഷം ശലോമോന് ശേഷം വേറെ രാജാക്കന്മാർ 2 രാജ്യമായി പിരിയുന്നത്, ഇങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ ഒറ്റ രാജാവേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. ആ ഒരു കാര്യത്തെയാണ് ഇവിടെ എസ്കേൽ പ്രവാചകനോട് ഈ ജനത്തോട് പറയാൻ വേണ്ടി പറയുന്നതും. അതുപോലെ തന്നെ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. അപ്പോൾ സകല ദേശവും സകല രാജ്യവും ഈ ദൈവത്തെ അറിയും, ഈ ജനത്തെ അറിയും, ഈ ദൈവത്തെ അറിയും. ഈ ജനത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവജനത്തിലൂടെയാണ് ഈ ദൈവം മഹത്വപ്പെടുന്നത് എന്നുകൂടെ നമ്മൾ ആ സമയം ഓർക്കണം. അതിവിടെ സംഭവിക്കുകയാണ്. ഇവിടെ ഇവരെ പ്രത്യേകമായി നിർത്തുകയും, ഇന്ന് നമുക്കറിയാം 2000 വർഷം ഇല്ലായിരുന്ന ആ ഒരു രാജ്യം, ആ ഒരു ജനമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സകല രാജ്യങ്ങളിൽ ചിതറിയിരുന്ന ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടിവരുത്തി വീണ്ടും ഒരു രാജ്യമായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജാതികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അവസാനത്തിൽ വരുമ്പോഴും അന്നും ഈ ഭൂമിയിലുള്ള ജാതികൾ ഇത് ദൈവം ആയ യഹോവ എന്ന് അവരറിയും എന്നാണ്. ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ അവർ വിശുദ്ധീകരിക്കപ്പെടും, പൂർണ്ണമായി ദൈവത്തിൻ്റെതാവും. അത് വേർതിരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ആവശ്യം. ഇന്നത്തെ അവസ്ഥയൊന്നുമല്ല. ഇസ്രായേലിൽ വരാനിരിക്കുന്ന നല്ല അവസ്ഥയെന്ന് പറയുന്നത് സകലരും പ്രത്യേകമായി നോക്കിക്കാണുന്ന ഒരു ഇസ്രായേലായി ആ ഇസ്രായേൽ മാറും. ഭൂമി മുഴുവനും ഇസ്രായേലാവും. ഇതൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത്. അതിവിടെ ചില വാക്കുകളിലൂടെ ദൈവം എസ്കേൽ പ്രവാചകനെ അറിയിക്കുന്നു, യഹോവ പ്രവാചകനിലൂടെ ആ ജനത്തെ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്നതിലൂടെ നമ്മൾ ജാതികളായിരിക്കും നമ്മളും ഇതേ സത്യം അറിയുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-3 അധ്യായങ്ങൾ. 2-ാമത്തെ അധ്യായത്തിൽ ഗലീലയിലും യെരുശലേമിലും നടക്കുന്ന ചില സംഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഗലീലയിൽ കാനാവിൽ യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും എല്ലാവരും കൂട്ടി കല്യാണത്തിന് പോയി. ഇത് ലോകപ്രസിദ്ധമായൊരു കഥയാണ്. അവിടെ വീഞ്ഞ് തികയാന്ന് വരികയും അവർ യേശുക്രിസ്തുവിൻ്റെ അമ്മയോട് പറയുകയും അമ്മ പറയുന്നു, അവൻ പറയുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുക എന്നും പറയുന്നു. അങ്ങനെ അവിടെ വലിയ ഈ വീഞ്ഞിൻ്റെ കുറവിനെ ക്രിസ്തുവോട് പരിഹരിക്കാൻ വേണ്ടി കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു. അത് എടുത്തുകൊണ്ടുപോയി വിളമ്പാനും പറയുന്നു. അപ്പോൾ വിരുന്നുവാഴിക്ക് കൊടുക്കുമ്പോൾ വിരുന്നുവാഴി പറയുന്നുണ്ട്, ഇത്രയും നേരം നീ നല്ലത്
സാധാരണ എല്ലാവരും നല്ലത് ആദ്യം കൊടുത്തിട്ട് തലയ്ക്ക് പിടിച്ചു വരുമ്പം അവസാനം പന്നയാണ് കൊടുക്കുന്നത്, മോശപ്പെട്ട സാധനങ്ങളാണ് കൊടുക്കുന്നത്. എന്നാൽ നീ ആദ്യം കൊടുത്തതിനേക്കാൾ നല്ലതാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യേശുക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ യേശുവും ശിഷ്യന്മാരും കഫർനഹൂമിൽ പോയി. അവിടെയാണ് വീട്, പക്ഷെ അവിടെ ഏറെ നാൾ പാർത്തില്ല. പെസഹ സമയമാകൊണ്ട് യെരുശലേമിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പം ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും പൊൻവാണിപ്പക്കാരെയൊക്കെ കണ്ടിട്ട് കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളെല്ലാം അടിച്ചു വെളിയിലാക്കി അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. പൊൻവാണിപ്പക്കാരുടെ ധാന്യം ഒക്കെ മേശകളൊക്കെ തൂക്കിക്കളഞ്ഞെടുത്ത് എറിഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് അവിടെ അവരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായി. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ ഓർത്തു. അത് പഴയ നിയമത്തിൽ ഉള്ളതാണ്. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ള പ്രവചനം. അതിവിടെ നിവൃത്തിയാകുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരും എന്താ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? നിനക്കിതിനുള്ള അധികാരം എന്തെന്ന് കാണിച്ചോ? അപ്പോൾ ക്രിസ്തു പറയാണ്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനും അതിനെ പണിയും. അപ്പോൾ അവർ മറുപടി പറയാണ്, ഈ മന്ദിരം 46 വർഷം കൊണ്ട് പണിത മന്ദിരമാണ്, നീ 3 ദിവസത്തിനകത്ത് അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. യേശു ക്രിസ്തു പറഞ്ഞത് ഈ മന്ദിരത്തെക്കുറിച്ചല്ല, തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ്. അവരത് പൊളിക്കുകയും ചെയ്തു. 3 ദിവസം തികയുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം ആണ് ശിഷ്യന്മാർ യേശു ക്രിസ്തു പറഞ്ഞ ഈ പറഞ്ഞ തിരുവെഴുത്തിനെ ഈ പറഞ്ഞത് ഓർത്തതും തിരുവെഴുത്തും യേശു പറഞ്ഞ വചനമൊക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ്. സങ്കീർത്തനങ്ങൾ 16, 18 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കതിനെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പെസഹയിൽ യെരുശലേമിൽ ഇരിക്കുമ്പം യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങൾ, ചില അടയാളങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ കണ്ടതിൽ അവർ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. പക്ഷേ യേശുക്രിസ്തു ആണെങ്കിൽ എല്ലാവരെയും അറിയുന്നുണ്ട്, എല്ലാവരെയും ആളുകളെ അറിയുന്ന യേശുക്രിസ്തു തന്നെ സ്വയം അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെ സാക്ഷി ആവശ്യമായിരുന്നില്ല. തനിക്ക് തൻ്റെ ദൈവത്തിൻ്റെ സാക്ഷ്യം മാത്രം മതി. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു പ്രവർത്തിച്ചതൊക്കെയും. മനുഷ്യൻ കൊള്ളാമെന്നും കൊള്ളൂലാമെന്നും ക്രൂശിക്കുക എന്നൊക്കെ പറഞ്ഞ ജനമാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാക്ഷ്യം മാത്രം തനിക്ക് മതിയായിരുന്നു, മനുഷ്യൻ്റെ സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണി നിക്കോദമസ് അവിടെ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്ക വന്നു. എന്നിട്ട്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. യേശുവിനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതാണ് അതിന് മറുപടിയായിട്ട് നിക്കോദമസിനോട് പറഞ്ഞത്. നിക്കോദമസ് പറഞ്ഞു, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് ജനിക്കുന്നത്? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ? അപ്പോൾ അതാണ് അവിടെ വരുന്ന സംശയം. ഒരുത്തൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ കാര്യത്തിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ക്രിസ്തു പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയും. ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണമാണ് അവിടെ കൊടുക്കുന്നത്. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെങ്കിൽ അത് പൊടിക്കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അറിവും ബോധ്യവും ഉള്ള ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ജലത്താലും വെള്ളത്താലും ജനിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ജനനം അവരൊരു സ്വയസമർപ്പിതമായി ചെയ്യേണ്ട കാര്യമാണ്. ആരുടെയെങ്കിലും പ്രേരണയാലോ ഒന്നും അറിയാത്ത പ്രായത്തിലോ ചെയ്യേണ്ടതല്ല. മറിച്ച് സ്വയബുദ്ധിയിൽ, സ്വയപ്രേരണയാൽ, ദൈവപ്രേരണയാൽ സ്വയബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് അത്തരം കാര്യങ്ങൾ പിന്നെ കുറച്ച് അതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് താഴോട്ട് പോകുന്നത്. നിക്കോദമസ് പിന്നെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു ചോദിക്കുകയാണ്, നീ ഇസ്രായേലിന് ഉപദേഷ്ടാവായിരുന്നിട്ടും ഈ കാര്യത്തെക്കുറിച്ച് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും ഞങ്ങൾ കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അവിടെ
ഒരു കാര്യം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ അത് ആ സമയത്ത് ക്രിസ്തു സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്നാൽ അത് ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. അതിനെ സംഭവിക്കേണ്ട കാര്യത്തെ സംഭവിച്ചതുപോലെ ക്രിസ്തു അവിടെ പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യൻ്റെ പുത്രനെ ഉയർത്തേണ്ടതാവുന്നു. ഇപ്പോൾ മോശെ സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആ സർപ്പത്തിലേക്ക് നോക്കിയവർ പാമ്പിൻ്റെ കടിയിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഇവിടെ യേശുക്രിസ്തുവിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഇവിടെ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തുവിനെ, മനുഷ്യപുത്രനെ, ദൈവപുത്രനെ, ഏകജാതനായ പുത്രനെ ഉയർത്തേണ്ടതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ വിശ്വാസികളുടെ ഭവനത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള വാക്യമാണ് ഈ യോഹന്നാൻ 3:16. അത് താഴോട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധി ഇല്ല എന്നും വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ന്യായവിധി വരുന്നു എന്നുമൊക്കെ അവിടെ ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് പിന്നെ അവിടെ നിന്ന് യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് നിന്ന് അവിടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിനരികെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ ഒരുപാട് പേര് വന്ന് സ്നാനമേറ്റു. അന്ന് പക്ഷേ യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. അവിടെ ഒരു തർക്കമുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടി ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു. യേശുക്രിസ്തു സ്നാനം കഴിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അപ്പോൾ അത് ഓരോ യോഹന്നാൻ സ്നാപനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരെയണം, ഞാനോ കുറയണം. അപ്പോൾ ഇതൊക്കെയും കേട്ടിട്ട് യേശുക്രിസ്തുവിലുള്ള സുവിശേഷ പ്രവർത്തനവും യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനമൊക്കെയും തുടങ്ങുകയും വർദ്ധിച്ചു വരികയും ഒക്കെ കണ്ടിട്ടാണ് പറയുന്നത്, ഞാൻ കുറയണം, എന്നേക്കാളും അധികമായി ക്രിസ്തു വളരണം. അത് വളരേണ്ടത് തന്നെ, അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് പറയാം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അവസാനം എത്തുമ്പോൾ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുകയേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ 2 അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ചില കാര്യങ്ങൾ കുറച്ച് വിശദമായി ഒരു ദൈവികമായ ഒരു സ്വഭാവവിശേഷത്തിലെ ദൈവികത ക്രിസ്തുവിൽ കാണുന്നൊരു അധ്യായമാണ്, പുസ്തകമാണ് യോഹന്നാൻ. മറ്റൊരു പുസ്തകങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മീയമായ ചില ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നൊരു പുസ്തകമാണ് യോഹന്നാൻ. അപ്പോൾ 4 പുസ്തകങ്ങളും ഒന്നിനൊന്നിന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 4 പുസ്തകങ്ങളും നമുക്ക് ഒരു അത് പൂർണ്ണതയാണെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം 4 പുസ്തകങ്ങളിലായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഓരോ ദാസന്മാരിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വായനയുടെ 3-ാം അധ്യായത്തിലാണ് നമ്മളിന്ന് വായിച്ച് അവസാനിപ്പിച്ചത്. ഇവിടെ ദൈവം ഇന്ന് ചെയ്ത നല്ല കാര്യങ്ങളെ, വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് നമുക്ക് വീണ്ടും പുതിയ വായനാ വിഭാഗങ്ങളുമായി കണ്ടുമുട്ടാം. കേട്ടിരുന്നത് നന്ദി.
സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം.